കാസർഗോഡ് ഉദുമയിൽ ലഹരിക്കെതിരെ ഒരു നാട് പോരാടുന്നത് ചെണ്ടമേളത്തിലൂടെ. നാട്ടിൽ നിന്നും കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിന് കീഴിൽ അഡീഷണൽ SP റാങ്കിലുള്ള വി ബാലകൃഷ്ണനൊപ്പം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 50-ലധികം ആളുകളാണ് മേളം ആസ്വദിക്കാൻ എത്തുന്നത്. പരിശീലനം പൂർത്തിയാക്കിയവർ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ഇന്ന് അരങ്ങിലെത്തുകയാണ്. വളരെ സന്തോഷം. താങ്ക് യു. ഗുഡ് ജോബ്. ലഹരിക്കെതിരെ ഒരു നാടൊന്നാകെ ഒന്നിക്കുന്നത് ചെണ്ടമേളത്തിലൂടെയാണ്. മേളമാണ് ലഹരി എന്ന സന്ദേശമുയർത്തിയാണ് ചെണ്ടമേള പരിശീലനം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരിന്ന് മേളത്തിൻ്റെ പരിശീലനം പൂർത്തിയാക്കി അരങ്ങിലെത്തും. ഉദുമ പാലക്കുന്ന് അരവത്തുള്ള നാട്യരത്നം കണ്ണൻ പാട്ടാളി സ്മാരക കഥകളി ട്രസ്റ്റിൽ ചെണ്ടമേള പരിശീലനം അരങ്ങ് തകർക്കുകയാണ്. ഇവിടെ ലഹരിക്കെതിരെയാണ്. മേളത്തിലൂടെ ലഹരിയെ ചെറുക്കാം എന്നതാണ് ഇവരുടെ ആപ്തവാക്യം. മയക്കുമരുന്ന് ലഹരിക്കെതിരെ കലാലഹരി, ഗ്രാമം കലാലഹരിയിലേക്ക് എന്നുള്ള ഒരു സ്ലോഗനുമായിട്ടാണ് കണ്ണൻ പാട്ടാളി സ്മാരക ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത്. ഏകദേശം ഒരു 75ഓളം കുട്ടികൾ ഇവിടെ ചെണ്ട അഭ്യസിച്ചു. പനയാൽ മോഹനമാരാറുടെ നേതൃത്വത്തിൽ. ഈ ലഹരിക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാടുന്ന ആളുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസുമാണ്. സാർ അഡീഷണൽ SP റാങ്കിലുള്ള ആളാണ്. എങ്ങനെയാണ് ഇങ്ങനെ നാടൊന്നാകെ ഈ ഒരു സിന്തറ്റിക് ലഹരിക്കെതിരെ അല്ലെങ്കിൽ ലഹരി മരുന്നുകൾക്കെതിരെ ഒരുമിക്കുമ്പോൾ എന്ത് തോന്നുന്നു? വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ വേറൊരു രീതിയിൽ വിഭാവനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവരെ നമ്മൾ വ്യക്തമായി ഉപയോഗിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ഇങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് നമ്മൾ ഒരു ചുറ്റുവട്ടമുള്ള കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരുന്ന വഴിയിൽ അവർക്ക് ഒരുപാട് ഈ പറയുന്ന കുട്ടികളെ മറ്റു വഴിതെറ്റി പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ടുള്ള കുട്ടികളുടെ ഈ പറയുന്ന രീതിയിലേക്കുള്ള കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനത്തിന് ആക്കം കുറിക്കുവാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ലഹരിക്കെതിരെയാണ് മേളം അല്ലേ? നിങ്ങളെല്ലാവരും ചെണ്ടൊക്കെ പഠിച്ചു? എനിക്കൊന്ന് കൊട്ടിത്തരുമോ? കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് അമ്മമാരെന്ന രീതിക്ക്. ലഹരിയെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അമ്മമാരാണ്. ഒരു സ്ത്രീ എന്ന രീതിക്ക് എന്താ തോന്നുന്നു? അതെ, ലഹരി മാഫിയ ഇപ്പം വളരെ കൂടുതലായിട്ട് ചെറിയ കുഞ്ഞു കുട്ടികളെ വരെ സ്കൂള് ആ ഒരു ലെവൽ മുതലേ കുട്ടികളെ കവർന്നെടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടികളുടെ വൈകുന്നേരങ്ങൾ സർഗാത്മകമായിട്ട് ഏറ്റവും നന്നായിട്ട് കലാപരമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഒരു അമ്മയെന്ന നിലയിൽ ഞാനിത് നോക്കിക്കാണുന്നത്. നാടിൻ്റെ വിനാശകാരികളായ ഈ വിപത്തിനെതിരെ ഒരു നാടൊന്നാകെ ഇത്തരത്തിലുള്ള പരിപാടികളുമായി അണിചേരുകയാണ്. അവർക്കൊപ്പം നമുക്കും സംഘടിക്കാം. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.